Hello everyone, welcome back to Poma Fresh. കല്യാണ പാട്ടുകളിലൊക്കെ ഫ്രൈഡ് റൈസിൻ്റെയും പുലാവിൻ്റെയും ഒപ്പം വിളമ്പുന്ന നല്ല ചുവന്ന കളറിലുള്ള ചിക്കൻ റോസ്റ്റ് കണ്ടിട്ടില്ലേ? വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് അതീവ രുചികരമായി തന്നെ നമുക്കും ഇത് തയ്യാറാക്കാവുന്നതാണ്. ഇതിനുവേണ്ടി ആദ്യം ചിക്കൻ ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. കഴുകി വൃത്തിയാക്കിയ 1 കിലോ ചിക്കനാണിത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്ത ശേഷം മസാലയെല്ലാം ഒന്ന് ഇതിലേക്ക് പിടിച്ചു കിട്ടുന്നതിനായി ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കുക. ഇനി ചിക്കൻ റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി 3 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞു വയ്ക്കുക. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, നെടുകെ കീറിയ പച്ചമുളക് 5 എണ്ണം, കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ 2 തക്കാളി. ഇനി പൊടികളായി വേണ്ടത് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയാണ്. അരമണിക്കൂറിന് ശേഷം ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ചീനച്ചട്ടിയിൽ വറുക്കാൻ ആവശ്യമായ എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ പീസസ് ഓരോന്നും തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഡീപ്പ് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ ചിക്കൻ പീസസും നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായി ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണയിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള എണ്ണയിലേക്ക് സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് നന്നായി സോട്ട് ചെയ്യുക. ഇതൊന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതിൻ്റെ റോ സ്മെല്ല് മാറ്റിയെടുക്കുക. അതിനുശേഷം നെടുകെ കീറിയ പച്ചമുളകും തക്കാളി സ്ലൈസ് ചെയ്തതും ചേർത്ത് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. തക്കാളി നന്നായി ഉടഞ്ഞ് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുക. മസാല ഇതുപോലെ നല്ല തിക്ക് ഫോമിലേക്കാകുമ്പോൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്തിളക്കി മസാലയിൽ നന്നായി പൊതിഞ്ഞെടുക്കുക. ലാസ്റ്റായി ഇതിലേക്ക് ചേർക്കേണ്ട ഐറ്റം 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. അതുകൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ചെറിയൊരു പിടി, അധികം വേണ്ട, ചെറിയ പിടി മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞത് കൂടി ചേർത്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പാർട്ടി സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ചിക്കനിൽ പൊതിഞ്ഞിരിക്കുന്ന ഈ മസാല തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇത് ഏത് ടൈപ്പ് റൈസിൻ്റെ ഒപ്പവും ചപ്പാത്തി, പൊറോട്ട, നാൻ, ബ്രെഡ് പോലെയുള്ളതിൻ്റെ കൂടെയും അടിപൊളിയാണ്. കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള കളറ് ഇതിന് കിട്ടുന്നതാണ്. അപ്പോൾ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ ബൈ.